നിങ്ങളുടെ ഭാര്യ പതിവിലും കൂടുതൽ വാദപ്രതിവാദങ്ങളിലോ സംഘർഷങ്ങളിലോ ഏർപ്പെടുമ്പോൾ എന്തോ അവളെ വല്ലാതെ അലട്ടുന്നുണ്ടെന്നതിൻ്റെ സൂചനയായിരിക്കാം അത്. തർക്കങ്ങൾക്ക് കാരണമായ അടിസ്ഥാന പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ലക്ഷ്യമിട്ട് സഹാനുഭൂതിയോടും ക്ഷമയോടും കൂടി ഈ സാഹചര്യങ്ങളെ സമീപിക്കേണ്ടത് നിർണായകമാണ്. തുറന്ന ആശയവിനിമയം നടത്താൻ സമയമെടുക്കുക. വിട്ടുവീഴ്ചയും പരിഹാരവും ഒരുമിച്ച് തേടാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഭാര്യയുടെ പെട്ടെന്നുള്ള കോപം കണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും അമ്പരന്നിട്ടുണ്ടോ? അവളെ ശരിക്കും വിഷമിപ്പിക്കുന്നത് എന്താണെന്നും കൊടുങ്കാറ്റിനെ എങ്ങനെ ശാന്തമാക്കാമെന്നും മനസ്സിലാക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ? നിങ്ങളുടെ പങ്കാളിയുടെ വികാരങ്ങളെ, പ്രത്യേകിച്ച് കോപത്തെ നിയന്ത്രിക്കുന്നത് ചിലപ്പോഴെങ്കിലും ഒരു കീറാമുട്ടിയായി തോന്നിയേക്കാം. അതിന് ക്ഷമ, സഹാനുഭൂതി, ഏറ്റവും പ്രധാനമായി ശരിയായ സമീപനം എന്നിവ ആവശ്യമാണ്. പക്ഷേ എവിടെ തുടങ്ങും എന്നത് ഒരു കുഴയ്ക്കുന്ന പ്രശ്നമാണ്. നിങ്ങളുടെ ദാമ്പത്യത്തിലെ കോപത്തെ അഭിസംബോധന ചെയ്യാനും അതില്ലാതാക്കാനും ആരോഗ്യകരവും കൂടുതൽ മനസ്സിലാക്കൽ നിറഞ്ഞതുമായ ഒരു ബന്ധം വളർത്തിയെടുക്കാനും സഹായിക്കുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിൽ ചിലത് നോക്കാം. ഭാര്യമാരുടെ കോപം മനസ്സിലാക്കണമെങ്കിൽ പുരുഷന്മാർ സൂക്ഷ്മതയുള്ളവരും സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നവരുമായിരിക്കണം. ഭാര്യമാരെ എന്തിനാണ് കോപിപ്പിക്കുന്നതെന്ന് പല പുരുഷന്മാർക്കും അറിയാവുന്നതുപോലെ ഭാര്യമാരെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങൾക്കും അവർ തുല്യ ശ്രദ്ധ നൽകണം. ഭാര്യയുടെ കോപം എങ്ങനെ നിയന്ത്രിക്കണമെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത പുരുഷന് അവളെ ഒരുപക്ഷെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ഒരു സ്ത്രീ ദേഷ്യപ്പെടുമ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കാത്തത് ഉപദേശമോ തിരുത്തലോ ആയിരിക്കും, അല്ലേ? ദുഃഖകരമെന്ന് പറയട്ടെ, പല പുരുഷന്മാരും ഈ തെറ്റ് ആവർത്തിക്കുന്നു. സ്ത്രീകൾ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ കാരണം കണ്ടെത്തി അവരെ ശാന്തരാകാൻ അഭ്യർത്ഥിക്കേണ്ടതുണ്ട്. ഇതല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്താൽ അവളുടെ കോപത്തിൻ്റെ കാരണം കൂടുതൽ വഷളാകും. കോപാകുലിയായ ഒരു ഭാര്യ എങ്ങനെയായിരിക്കുമെന്നത് ആപേക്ഷികമാണ്. കാരണം അത് അവളുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. കോപാകുലിയായ ചില ഭാര്യമാർ ദേഷ്യപ്പെടുമ്പോൾ സ്വയം ഒതുങ്ങുന്നു. തെറ്റായ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കാത്തതിനാൽ ഒരു വാക്ക് പോലും ഉച്ചരിക്കാതിരിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു. മറുവശത്ത് ചില കോപാകുലരായ ഭാര്യമാർ ഒന്നും സംഭവിക്കാത്തതുപോലെ അവരുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിരുന്നാലും അവരുടെ പെരുമാറ്റ രീതികളും സ്വഭാവവും അവർ കോപത്തിലാണെന്ന് നിങ്ങളോട് പറയും. അതിനാൽ നിങ്ങൾ അവരുടെ ചുറ്റും എങ്ങനെ പെരുമാറുന്നു എന്നതിനെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയെ നിരീക്ഷിക്കുകയും അവൾ ദേഷ്യപ്പെടുമ്പോൾ അവൾ എങ്ങനെ പെരുമാറുന്നുവെന്ന് അറിയുകയും വേണം. കാലക്രമേണ അവളെ നിരീക്ഷിക്കുന്നത് അവൾക്ക് ദേഷ്യം വരുമ്പോൾ അവളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ നിങ്ങളെ സഹായിക്കും. എന്നിരുന്നാലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത്, അവൾ ദേഷ്യപ്പെടുമ്പോൾ അവളെ കുറ്റപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോ അവഗണിക്കാനോ ശ്രമിക്കാതെ നിങ്ങളുടെ കുറച്ച് സമയം അവൾക്ക് നൽകുക. അവളെ ചേർത്ത് പിടിക്കുക. കോപത്തിന് അടിസ്ഥാനമായ കാരണങ്ങൾ എന്തെന്ന് പറയാൻ അവളെ പ്രോത്സാഹിപ്പിച്ച് അവളോടൊപ്പം നിൽക്കുക.